നമ്മൾ അറിഞ്ഞതുപോലെ നാം അറിയാതെ പോയ കർബല എന്ന വിഷയത്തെ അതിൻ്റെ തുടർച്ചയെന്നാണ്, അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ശിഹാബ് സലഫി ഇവിടെ അവതരിപ്പിക്കുക. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ ശിഹാബ് സലഫി ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ശിഹാബ് സലഫി വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. വാഹിദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ തയ്യിബൻ കസീറൻ മുബാറകൻ ഫീഹി غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രഭകാരുണ്യകൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ യഥാവിധി പകർത്തിക്കൊണ്ട് ഇഹപര ജീവിതങ്ങൾ ധന്യമാക്കി തീർക്കണമേ എന്ന് സ്വയം നിർബന്ധമുള്ളതോടുകൂടി തന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു യഥാർത്ഥ മുവഹിദും മുത്തഖികളുമായി അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ട് മരിക്കുവാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫക്കാരുടെ അഥവാ ഷിയാക്കളുടെ വഞ്ചനക്ക് ഇരയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുകയാണുണ്ടായത് എന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു. സ്വാഭാവികമായും ഹുസൈൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരെന്ന ചോദ്യത്തിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം
അത് കൂഫയിലെ ഷിയാക്കളാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം മുൻപ് അലി റളിയല്ലാഹു അൻഹുവിനെ അവർ ചതിച്ചതുപോലെ പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അപ്രകാരം തന്നെ അവർ ചതിക്കുകയായിരുന്നു. ആ ഒരു വഞ്ചന അവർ ചരിത്രത്തിലുടനീളം നടത്തിയിട്ടുള്ളതായി പിന്നീടുള്ള ഇസ്ലാമിക ചരിത്രങ്ങളിലെമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം അഹ്ലു ബൈത്തിൽ നിന്നും ആന്തരിയായിക്കൊണ്ട് അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പുറപ്പെട്ടിരുന്നതായ ആളുകളിൽ നിന്ന് സ്ത്രീകളല്ലാത്തവരെ എല്ലാം അവർ കൊന്നുകളഞ്ഞിരുന്നു. എന്നാൽ ആന്തരിയായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിൽ ബാക്കിയായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അലി ആയിരുന്നു. സൈനുൽ ആബിദീൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന അലി സൈനുൽ ആബിദീൻ ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ അബി താലിബ്, അദ്ദേഹം കുട്ടിയായിരുന്നതോടൊപ്പം തന്നെ ശക്തമായ പനി പിടിച്ച് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു കർബല യുദ്ധം നടക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തങ്ങിയിരുന്നത് സ്ത്രീകളുടെ ടെന്റിലായിരുന്നു എന്നതുകൊണ്ട് മാത്രം അലി ബിൻ ഹുസൈൻ ആ സൈന്യത്തിൻ്റെ വാളിനിരയാകാതെ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഖലീഫ അവരെ വളരെ ആദരിച്ച് മദീനയിലേക്ക് കൊണ്ടാക്കുവാനായി യസീദ് ബിൻ മുആവിയ, ഖലീഫയായിരുന്ന യസീദ് ബിൻ മുആവിയ അവരെ മദീനയിൽ എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് അർഹമായ എല്ലാ പരിഗണനകളും ആദരവും നൽകിക്കൊണ്ടു തന്നെ ഖലീഫ അവരെ മദീനയിലേക്ക് യാത്രയാക്കുന്നു. പിന്നീട് ഖലീഫയുടെ അടുക്കലേക്ക് കൊടുത്തയക്കപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയും അതേപ്രകാരം അദ്ദേഹം മദീനയിലേക്ക് കൊടുത്തയച്ച് മദീനയിലെ ബഖീഉൽ ഗർഖദിൽ അത് കബറടക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് കാരണക്കാരനായി തീർന്ന ഇബ്ൻ സിയാദിനെ കുറിച്ച് പിന്നീട് ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം നടത്തിയ അതേ ക്രൂരത അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിലും പിന്നീട് ഏൽക്കേണ്ടി വന്നു എന്നുള്ള ഒരു ചരിത്രം. അഥവാ ഒരല്പകാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനെതിരുള്ളതായ ചില കലാപങ്ങൾ കടന്നു വരികയും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഇതിലെ കർബലയുടെ തലയായി കൊണ്ട് വർത്തിച്ച കൂഫ ഗവർണറെ കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ തലയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തതായി കൊണ്ട് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മളുടെ വിഷയം കൂഫക്കാരായി ഉണ്ടായിരുന്ന ഷിയാക്കൾ അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തോടെയും തങ്ങളുടെ വഞ്ചന അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരല്പകാലം കഴിഞ്ഞപ്പോഴേക്കും കുഫയിലുണ്ടായിരുന്ന ഷിയാക്കൾ മദീനയിൽ താമസിച്ചിരുന്നതായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി ബിൻ ഹുസൈൻ അഥവാ സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകന് അറിയിപ്പുകൾ നൽകുകയും
കൂഫയിലേക്ക് വരണമെന്നും ഞങ്ങൾ ബൈഅത്ത് ചെയ്തു കൊള്ളാമെന്നും ഞങ്ങളുടെ നേതാവായിരിക്കുവാനായി കടന്നു വരണമെന്നുമുള്ള അറിയിപ്പുകൾ അദ്ദേഹത്തിന്, ക്ഷണങ്ങൾ അദ്ദേഹത്തിന് നൽകുകയാണ്. പക്ഷേ അലി ഇബ്നു ഹുസൈൻ വളരെ ഉറച്ച നിലപാടെടുക്കുകയും ആ ഷിയാക്കളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതെ അവരുടെ വഞ്ചനയിൽ അകപ്പെടാതെ അദ്ദേഹം ഖലീഫക്ക് ബൈഅത്ത് ചെയ്തുകൊണ്ട് തന്നെ മദീനയിൽ കഴിച്ചു കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചതായ ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇന്നഹു കാന അലാ വലാഇൻ വഫാഇൻ ലിഹുക്കാമി ദൗലത്തു ബനി ഉമയ്യ. അമവി ഭരണകർത്താക്കളുമായിക്കൊണ്ട്, ഖലീഫമാരുമായിക്കൊണ്ട് വളരെ നല്ലതായ രീതിയിൽ തന്നെ ബന്ധം പുലർത്തിയിരുന്ന, വലാ പ്രകടിപ്പിച്ചിരുന്നതായ ആളായിരുന്നു അലി ഇബ്ൻ ഹുസൈൻ എന്ന സൈനുൽ ആബിദീൻ എന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ വളരെ തന്ത്രപൂർവം വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വിളികൾക്കൊന്നും ഉത്തരം നൽകാതെ സൈനുൽ ആബിദീൻ തങ്ങൾ മദീനയിൽ തന്നെ താമസമാക്കുകയും ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ മുഴുകിയിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്ന സയ്യിദ് ബിൻ അലി, ഉമർ ബിൻ അലി, മുഹമ്മദ് ബിൻ അലി എന്നീ 3 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇവരും ഇസ്ലാമികമായ വിജ്ഞാനങ്ങളിൽ വളരെ അവഗാഹം നേടിയ അക്കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരായിക്കൊണ്ട് വളർന്നു വന്നവരായിരുന്നു. അലി ഇബ്നു ഹുസൈന്റെ മരണശേഷം കൂഫക്കാർ സയ്യിദ് ബിൻ അലിയെയും മുഹമ്മദ് ബിൻ അലിയെയും തങ്ങളുടെ ഇമാമായിരിക്കുവാനുള്ള ക്ഷണം വീണ്ടും ആവർത്തിക്കുകയാണ്. ഷിയാക്കളുടെ അഥവാ കൂഫക്കായിട്ടുണ്ടായിരുന്ന ആളുകളുടെ ഈ രീതിയിലുള്ളതായ വിളികൾ വളരെ ശക്തമായിക്കൊണ്ട് കടന്നു വന്നപ്പോൾ ഒടുവിൽ സൈനുൽ ആബിദീന്റെ മകനായിരുന്ന സയ്യിദ് ബിൻ അലി ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ അബി ത്വാലിബ് തീരുമാനിക്കുകയാണ് കൂഫയിലേക്ക് ഒരു പ്രാവശ്യം കൂടി പോകാമെന്ന്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തി അവർക്കിടയിൽ ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കാം എന്നുള്ള നിലക്ക് അവരുടെ വിളിക്ക് ഉത്തരം നൽകുവാനായിക്കൊണ്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുണ്ടായിരുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തെ ശക്തമായി കൊണ്ട് തടയാനുള്ള ശ്രമങ്ങൾ നടത്തി. കൂഫക്കാരെ ഞങ്ങൾ ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണ്, സയ്യിദ് ബിൻ അലി ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുള്ള വാർത്ത കേട്ട് പോകാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രനായിരുന്ന ദാവൂദ് ബിൻ അലി അടക്കമുള്ള പാണ്ഡിത്യം തികഞ്ഞവരായ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യബ്ന അം ലാ യഗറന്നക ഹൗലാഇ മിൻ നഫ്സിക്. എൻ്റെ പിതൃവന്റെ പുത്ര, ഈ കൂട്ടരുടെ വഞ്ചനയിൽ ഒരിക്കൽ കൂടി താങ്കളും അകപ്പെട്ടു പോകരുത്. ഫഫീ അഹ്ലി ബൈതിക ലക ഇബ്റ വഫീ ഖദ്ലാനി ഹൗലാഇ ഇയ്യാഹും. അഹ്ലു ബൈത്തിനോട് ഈ കൂഫക്കാരായ ശിയാക്കളായ ആളുകൾ കാണിച്ചിട്ടുള്ളതായ വഞ്ചനയിൽ നിന്നും താങ്കൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവർ താങ്കളുടെ പിതാമഹനോടും പ്രപിതാമഹനോടുമൊക്കെ ചെയ്തിരുന്നതായ ആ വഞ്ചന ചരിത്രത്തിൽ നിന്നും നമ്മൾ അറിയുന്നതാ. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും അവിടേക്ക് പുറപ്പെട്ടു പോകരുത് എന്ന് ശക്തമായിക്കൊണ്ട് സയ്യിദ് ബിൻ അലി ബിൻ ഹുസൈനെ ഉപദേശിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ. പക്ഷേ അദ്ദേഹം തീരുമാനമെടുത്തു, അവരെന്നിൽ ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ
ആ ബൈഅത്തിന് തക്കതായ രീതിയിൽ മറുപടി കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാ. ഇന്നഹും ബായഊനി ഫലസിമത്തുൽ ബൈഅതു ഫീ ഉനുഖി വഅനാഖിഹിം. അവരെന്നോട് ബൈഅത്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബൈഅത്ത് എനിക്കും അവർക്കും ഇടയിലായിക്കൊണ്ട് തന്നെ നിലനിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും കൂഫയിലേക്ക് ഒരു രണ്ടാമത്തെ യാത്ര നടത്തുന്നതായിക്കൊണ്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു സംഭവിച്ചതുപോലെ തന്നെ കൂഫയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഷിയാക്കള് വളരെ വലിയ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു. ചരിത്രത്തിൽ കാണാം 15,000 മുതൽ 40,000 വരെയുള്ള ആളുകളായിരുന്നു സയ്യിദിന്റെ കൂടെ അണിനിരന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുവാനായിക്കൊണ്ട് തയ്യാറായി കടന്നു വന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ പിന്നീട് ഈ സംഭവം നടന്നത് ഹിജ്റ 121 വർഷത്തിൽ മുഹറമിൻ തന്നെയായിരുന്നു എന്നതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർബലയുടെ ഒരു തനി ആവർത്തനം. അന്നത്തെ കൂഫയിലെ ഗവർണറായിരുന്ന യൂസുഫ് ബിൻ ഉമർ ഈ നീക്കങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കൂഫക്കാരായ ആളുകൾക്കിടയിൽ നിന്നും ഒരു വലിയ വിഭാഗം ആളുകളെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവിടെ തടവിലാക്കുന്നൊരവസ്ഥയുണ്ടായി. ഹിഷാം ബിൻ അബ്ദുൽ മലിക്കാണെന്ന് അമവി ഖലീഫയായിക്കൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ആളുകളൊന്നും കൂടെ കാണാതായപ്പോൾ സെയ്ദ് അന്വേഷിക്കുകയാണ്, എവിടെയാണ് നമ്മുടെ ആളുകൾ മാറിപ്പോയത്? അവരിങ്ങനെ പള്ളിയുടെ ഉള്ളിലായിക്കൊണ്ടാണ് ഉള്ളത്, പള്ളിക്ക് മുകളിലൊക്കെയായി അവർ നിൽക്കുകയാണ് എന്ന് പറയപ്പെട്ടപ്പോൾ അവർക്കടുത്തേക്ക് ചെന്നുകൊണ്ട് തൻ്റെ കൂടെ അണിനിരന്ന് ഈ അമവിയുടെ ഖലീഫയായിക്കൊണ്ടവരുണ്ടായിരുന്ന യൂസുഫ് ബിൻ ഉമറിനെതിരെ യുദ്ധം ചെയ്യുവാനായിക്കൊണ്ട് അദ്ദേഹം ആഹ്വാനം നടത്തിയെങ്കിലും കുഫക്കാരായ ഷിയാക്കളായ ആ ചതിയന്മാർ ഒരിക്കൽ കൂടി അവരുടെ തനിനിറം പുറത്തെടുക്കുകയായിരുന്നു. 15,000-ഓളം സൈനികർ ആയുധമണിഞ്ഞ് ഞങ്ങൾ എന്ത് വില കൊടുത്തും താങ്കളെ സംരക്ഷിക്കുവാനും താങ്കൾക്ക് അനുകൂലമായി കൊണ്ട് നിലപാടുകൾ എടുക്കുവാനും താങ്കൾക്കെതിരെ പ്രതികരിക്കുന്നവരായ ആളുകളെ ഇല്ലായ്മ ചെയ്യുവാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആവേശം നൽകിയിരുന്ന ചരിത്രത്തിൽ വായിക്കാം. കൂഫക്കാർ പറയുന്നതായിക്കൊണ്ട് നഹ്നു 40,000 ലം യഖ്തലിഫ് അൻക അഹദുൻ നളിരിബു അൻക ബിഅസ്യാഫിനാ വലൈസ യഹൗനാ മിൻ അഹ്ലി الشാമി ഇല്ലാ ഇദ്ദത്തുൻ നസീറ ബഅദു ഖബാസിലുനാ യക്ഫീകഹും ബിഇദ്നില്ലാഹി തആല. ഞങ്ങൾ 40,000-ഓളം വരുന്ന ആളുകൾ താങ്കളോട് ഒരിക്കലും എതിര് നിൽക്കാതെ താങ്കളോടൊപ്പം നിന്ന് പൊരുതുന്നവരായിരിക്കും. താങ്കളോട് വിരോധം വെച്ച് പുലർത്തുന്നവരായ ആളുകളെ ഞങ്ങൾ ഈ വാളുകൾ കൊണ്ട് നേരിടുമെന്നുള്ളതായ രീതിയിൽ അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയ ബൈഅത്ത് നൽകിയതായ ഈ ആളുകളെല്ലാം തന്നെ ഒരു യുദ്ധത്തിനുള്ളതായ തത്രപ്പുറപ്പാട് വന്നപ്പോ സംജാതമായപ്പോ പിന്തിരിഞ്ഞു പോവുകയായിരുന്നു. വീണ്ടും ഒടുവിൽ സെയ്ദ് ബിൻ അലിയും അദ്ദേഹത്തിന്റെ കൂടെ 500 ആളുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴേക്കും 200 ചില്ലാനും, ചില ചരിത്രങ്ങളിൽ 218 ആളുകൾ മാത്രമായിരുന്നു സെയ്ദിന്റെ കൂടെ പോരാടുവാനായി കൊണ്ടുണ്ടായിരുന്നത്. യൂസുഫ് ബിൻ ഉമറിന്റെ നേതൃത്വത്തിലുള്ളതായ സൈന്യത്തിൽ 12,000 പട്ടാളക്കാരും ഉണ്ടായിരുന്നു എന്നതാ ചരിത്രം. യുദ്ധത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് ആലോചിക്കാവുന്നതാണ്. അത് തന്നെ സംഭവിച്ചു. കൊന്നൊടുക്കി കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരെയും. സെയ്ദിനും തലക്ക് അമ്പേറ്റ് ആ അമ്പ് അദ്ദേഹത്തിന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തെ അവിടെ നിന്നും റൂമിലേക്ക് കൊണ്ടുപോയി അമ്പ് വലിച്ചൂരിയെടുക്കാനുള്ളതായ ശ്രമത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതായിക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു. രണ്ടാമതൊരിക്കൽ കൂടി
ഹുസൈൻ റളിയല്ലാഹുവിനെ ഏതൊരു രീതിയിലായിരുന്നോ ചതിച്ചിരുന്നത്, അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെയും ചതിക്കുന്ന ഒരവസ്ഥ. എന്തിനാണ് അവരിവിടെ ചതി നടത്തിയത് നമ്മൾ അറിയണം. അവിടെയാണ് ഷിയാക്കളുടെ ഒരു കൃത്യമായ ഒരു വിശ്വാസപരമായ വ്യതിയാനം വളരെ കൃത്യമായി കൊണ്ട് പുറത്തു വരുന്നത്. സെയ്ദ് കൂഫയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കൂഫയിലുണ്ടായിരുന്നവരായ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, സെയ്ദ്, താങ്കൾ ഇവിടേക്ക് കടന്നു വന്നു, ഞങ്ങളുടേതായ ചില രീതികളും ഞങ്ങളുടേതായ ചില വിശ്വാസങ്ങളും ഞങ്ങൾക്കുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ താങ്കൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവും അടക്കമുള്ളതായ സഹാബിമാരെ തള്ളിപ്പറയാൻ തയ്യാറാവണം, അവരെ ശപിക്കണം. എങ്കിൽ ഞങ്ങൾ താങ്കളുടെ കൂടെ നിലയുറപ്പിക്കാൻ സന്നദ്ധരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള സഹാബിവര്യന്മാരെ തള്ളിക്കളയണമെന്നും അവരെ ശപിച്ചുകൊണ്ടുള്ളതായ പ്രഖ്യാപനങ്ങൾ നടത്തണമെന്നുമുള്ളതായ വർത്തമാനം കേട്ടപ്പോ സെയ്ദ് അവരോട് വളരെ കൃത്യമായി കൊണ്ട് തന്നെ തിരിച്ചടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലുമില്ല. അമ്മ അബൂബക്കർ ഖാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമു ശാക്കിരീൻ ثم تلا وسيجزي الله الشاكرين. പടച്ച തമ്പുരാൻ ഷാക്കിരീങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് എടുത്തു പറഞ്ഞതായ ആ ഷാക്കിരീങ്ങളുടെ ഇമാമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അൽ ബറാഅത്തു മിൻ അബീ ബക്കർ ഹിയൽ ബറാഅത്തു മിൻ അലി. ഞങ്ങളുടെ പ്രപിതാക്കളിൽപ്പെട്ടതായ അലിയുടെ പോലും ഇമാമായിട്ടുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുക, ബറാഅത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് അലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് തുല്യമാ. കാരണം അവർ പറഞ്ഞ അദ്ദേഹത്തോട് തബറഅ മിൻ അബീ ബക്കർ വ ഉമർ ഹത്താ നകൂന മഅക്. അബൂബക്കറിനെ ഉമറിനെയൊക്കെ തള്ളിപ്പറയണം, എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. ഫഖാല സെയ്ദ്, അപ്പോൾ സെയ്ദ് പ്രഖ്യാപിച്ചു, ലാ ബൽ അതവല്ലാഹും, ഒരിക്കലുമില്ല, ഞാൻ അവരുടെ ഖിലാഫത്തിനെ അംഗീകരിക്കുന്നു, അവരുടെ നേതൃത്വത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു, അവരെ ഒരിക്കലും തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല. വഅബ്റഉ മിമ്മൻ യബ്റഉ മിൻഹുമാ, ആ രണ്ടു പേരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവരാരൊക്കെയാണോ അവരിൽ നിന്നിതാ ഞാൻ ഒഴിവായിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും തള്ളിപ്പറയുന്നവരോടൊപ്പം ഞാനില്ല, ഞാൻ അതിൽ നിന്നും ഒഴിവായവനാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അല്ലേ? ഉടൻ തന്നെ ഷിയാക്കളിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും പ്രഖ്യാപിച്ചു, ഖാലു ഇദൻ നർഫദുക്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിതാ നിന്നെ തള്ളിക്കളയുന്നു, ഞങ്ങൾ നിന്നെ ഒഴിവാക്കുകയാണ് എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉറച്ചു നിന്നതായ ഏതാനും ആളുകൾ മാത്രം അദ്ദേഹത്തോടൊപ്പം യുദ്ധം ചെയ്യുകയും സെയ്ദിയ എന്ന് പറയുന്ന ഷിയാക്കളിൽ നിന്നുള്ള ഒരു പുതിയ വിഭാഗം ഉടലെടുക്കുകയും സെയ്ദിയാക്കളുടെ അപ്പുറത്ത് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതായ നർഫദുക്, ഞങ്ങൾ നിന്നെ തള്ളിക്കളയുന്നു, നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതായ ആളുകൾ റാഫിലിയ, ഇത്നാ അശരിയ എന്നാണ് അവർ സ്വയം അറിയപ്പെടുക. അഹ്ലുസുന്ന അവരെ പറ്റി പറയാ റാഫിലിങ്ങൾ എന്നാണ്. അങ്ങനെയാണ് അവർ റാഫിലിയാക്കളായത്. ഈ രണ്ട് രീതിയിലുള്ള ചിന്താധാരകൾ ഷിയാക്കളിൽ നിന്നും അതോടുകൂടി ഉണ്ടാവുകയാണ്. റാഫിലിയകളും സെയ്ദിയകളുമായിക്കൊണ്ട് രണ്ടായിക്കൊണ്ടവർ വേർപിരിയുകയും റാഫിലികളായ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ മറ്റൊരു മകനായ മുഹമ്മദിനെ തങ്ങളുടെ ഇമാമായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായിക്കൊണ്ടാണ് ചരിത്രം പിന്നീട് കാണിച്ചു തരുന്നത്. മുഹമ്മദ് ബിനു അലി ബിനു ഹുസൈൻ ബിനു അലി ബിൻ അബി താലിബ് എന്ന മുഹമ്മദ് അൽ ബാഖിർ, അദ്ദേഹത്തെ തങ്ങളുടെ ഇമാമായിക്കൊണ്ട് റാഫിലിയാക്കൾ അഥവാ ഇത്നൈ അശരിയാക്കൾ പ്രഖ്യാപിക്കുകയും സെയ്ദിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സെയ്ദിസം, ഷിയാക്കളിലെ സെയ്ദി ആയിട്ടുള്ളൊരു വിഭാഗം അവിടെ ഉടലെടുക്കുകയാണ്. അതോടുകൂടി ഷിയാക്കള് മുഴുവനായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ളവർ ഇസ്ലാമിൽ നിന്നും പിഴച്ചുപോയവരായ ആളുകളാണ്. പക്ഷെ സെയ്ദിയാക്കൾ
അന്നുണ്ടായിരുന്നതായ പിഴവുകളിൽ ഒരല്പമെങ്കിലും നല്ല രീതിയിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിരുന്നവരായ ആളുകളായിരുന്നു സെയ്ദിയാക്കളായിക്കൊണ്ടുണ്ടായിരുന്നത്. അവര് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഒക്കെ ഖിലാഫത്ത് അംഗീകരിച്ചവരായിരുന്നു. പക്ഷേ അലി റളിയല്ലാഹുവിനാണ് കൂടുതൽ സ്ഥാനമുള്ളത് എന്ന് വാദിച്ചിരുന്നവർ. അഫ്ദലായിട്ടുള്ള ആള് നിലവിലുണ്ടെങ്കിലും അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് സ്ഥാനം വഹിക്കാം എന്നുള്ള രീതിയിൽ അബൂബക്കറും ഉമറുമൊക്കെ ഖലീഫമാരായതാണ്. അലി ആയിരുന്നു യഥാർത്ഥത്തിൽ അർഹൻ എന്ന വാദം. എന്നാൽ അവരൊരിക്കലും ആ ഒരു രീതിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളെ തള്ളി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു രണ്ടാം കർബല എന്ന് പറയാവുന്ന രീതിയിൽ കൂഫയിലുണ്ടായിരുന്ന ഈ ഷിയാക്കൾ വളരെ ശക്തമായി കൊണ്ട് തന്നെ തങ്ങളുടെ വഞ്ചനാത്മകമായ ആ നിലപാടുകൾ ആവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ചരിത്രത്തിൽ നിന്ന് അങ്ങോട്ട് ഇനി ഒരുപാട് നമ്മൾ പരിധി നോക്കിയാലും അവിടങ്ങളിലെല്ലാം ഈ രീതിയിൽ അഹ്ലു ബൈത്തിനോട് സ്നേഹം കാണിക്കുന്നുവെന്ന് വാദിക്കുന്ന, സ്നേഹിക്കുന്നവരാണെന്ന് പറയുന്നവരായ ആളുകൾ അവരാണ് ഏറ്റവും അധികം അഹ്ലു ബൈത്തുകാരായ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയത്, ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് കാണുവാൻ സാധിക്കും. അവരാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് തങ്ങളാണ് ഉത്തരവാദികളെന്ന് സ്വയം അറിയുന്നവർ. തങ്ങൾ ചതിച്ച് പിന്മാറിയത് കൊണ്ടാണ് അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ടതെന്ന് അറിയുന്നവരായ ആളുകൾ തന്നെ ആ രക്തത്തിൽ നിന്നും ഒഴിവാകുവാനായിക്കൊണ്ട് അവരതിൻ്റെ കുറ്റങ്ങൾ മുഴുവനും യസീദ് ബിൻ മുആവിയയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവരാണ് യസീദിനെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടനായ ഭരണാധികാരിയാക്കി മാറ്റിയത്. ഷിയാക്കളാണ് യസീദിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ പറയുവാനായിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ഈ അടുത്ത കാലത്ത് പോലും നമ്മളുടെ സമകാലിക മാധ്യമങ്ങളിലൂടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കേട്ടു യസീദിനെ പോലും അല്ലെ വളരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന, അദ്ദേഹത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന, അദ്ദേഹത്തിനെ വളരെ ക്രൂരമായി കൊണ്ട് തന്നെ ശപിക്കുന്ന രീതിയിലുള്ളതായ വർത്തമാനങ്ങൾ ഇസ്ലാമിസ്റ്റുകളിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. മുഹറം സമാഗതമാകുമ്പോഴേക്കും പറയാറുള്ളത് ഫറവോക്കെതിരെ മൂസ, യസീദിനെതിരെ ഹുസൈൻ, അതാണ് മുഹറം. ഒന്നാമത്തത് ശരിയാ, പടച്ച തമ്പുരാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്നതാ അല്ലേ. പക്ഷെ ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള യസീദാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള വളരെ ശക്തമായ രീതി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വളരെ നികൃഷ്ടമായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു രീതി ഷിയാക്കളുടെ രീതിയാണ്. അവർ തുടക്കം കുറിച്ചതായ ഒരു സംഗതിയാണ്. അതാണ് ഇന്നും സമൂഹം ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യസീദിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. അബൂ സുഫിയാന്റെ മകനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് യസീദ് ബിൻ മുആവിയ. അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായിക്കൊണ്ട് വാണരുളിയതായ ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥിച്ചതായ വ്യക്തികളിലും പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹം ജനിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ജനിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു. വരും അവസാന കാലമാകുമ്പോൾ എൻ്റെ സമൂഹത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ഖസ്തന്തീനിയ ആക്രമിക്കാനായിക്കൊണ്ട് പുറപ്പെടും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അവ്വലു ജയ്ഷിൻ യഗ്സു അൽ ഖസ്തന്തീനിയ മഗ്ഫൂറുൻ ലഹു. ഖസ്തന്തീനിയ ആക്രമിക്കാനായിക്കൊണ്ട് ആദ്യം പുറപ്പെട്ടു പോകുന്നതായ സൈന്യം
അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ ഖസ്തന്തീനിയ ആക്രമണത്തിന് വേണ്ടി പുറപ്പെട്ടു പോയതായ സൈന്യത്തിന്റെ നേതാവായിരുന്നു വകാന യസീദു അമീറൻ അലാ അവ്വലി ജയ്ഷിൻ ഗസാ അൽ ഖസ്തന്തീനിയ. ഖസ്തന്തീനിയ ആക്രമിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടതായ ആ ആദ്യ സൈന്യത്തിന്റെ തലവനായിരുന്നു, സൈനിക നേതാവായിരുന്നു യസീദ് ബിൻ മുആവിയ. ഫിൽ മഗ്ഫിറ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മഗ്ഫിറത്തിന് അർഹരായ ആളുകളിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തിനെ കുറിച്ചുള്ളതായ ചർച്ചകളിൽ നമുക്ക് പറഞ്ഞു തരുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിനെ ഏറ്റവും അധികം മോശക്കാരനായി കൊണ്ട് ചിത്രീകരിക്കുവാനായി ഷിയാക്കൾ പടച്ചുണ്ടാക്കിയതായ കാരണങ്ങളെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് തന്നെ വിലയിരുത്തുന്നുണ്ട്. അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ളതായ വർത്തമാനങ്ങളിലുണ്ട്. ഒന്ന്, അദ്ദേഹം വളരെ നല്ലവനായ സ്വാലിഹായ ഏറ്റവും നന്നായി ഭരണം നടത്തിയിരുന്ന എല്ലാ ഗുണങ്ങളും തെളിഞ്ഞതായ അബൂബക്കർ റളിയല്ലാഹുവിനേക്കാളും ഉമർ റളിയല്ലാഹുവിനേക്കാളും മറ്റ് സഹാബാക്കളെക്കാളും എല്ലാം കഴിവുള്ളതായ ആളായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. അഹ്ലുസുന്ന ഒരിക്കലും അതിനോടൊപ്പം നിൽക്കുന്നില്ല, ഒരിക്കലും യോജിക്കുകയുമില്ല. എന്നാൽ അദ്ദേഹം വളരെ മോശപ്പെട്ടവനാണ്, അക്രമിയാണ്, കള്ളുകുടിയനാണ്, താന്തോന്നിയാണ്, സ്വന്തം സഹോദരിമാരെ വരെ തൻ്റെ വൈകാര പൂർത്തീകരണത്തിന് ഉപയോഗിച്ചിരുന്നതായ വളരെ മോശക്കാരനായ ആളാണ് അദ്ദേഹം എന്നുള്ള രീതിയിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ളതായ പ്രചരണങ്ങളുണ്ട്. അതിനോടും അഹ്ലുസുന്ന ഒരിക്കലും യോജിക്കുന്നില്ല. മറിച്ച് ഇത് രണ്ടിനും ഇടയിലുള്ളതായ ഒരു രീതിയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹത്തെ ശപിക്കുന്നത് എന്നുള്ളതായ ചോദ്യത്തിന് പലപ്പോഴും ഷിയാക്കളിൽ നിന്നും ലഭിക്കുന്നതായ മറുപടി കാണാം. ഒന്നാമതായി അദ്ദേഹം ളാലിമാണ് എന്നുള്ളതാണ്. ഒരാൾ ളാലിമാണ് എന്ന് വെച്ചിട്ട് അയാളെ ശപിക്കാനുള്ളതായ അവകാശം ഒരിക്കലും ഇസ്ലാം നമുക്ക് നൽകിയിട്ടില്ല. അയാള് ളാലിമ് ആണെങ്കിൽ പോലും അയാളെ ശപിക്കാനുള്ളതായ അവകാശം നമുക്ക് നൽകിയിട്ടില്ല. ഒരുപാട് ദുർഗുണങ്ങൾ, ചീത്തയായ സ്വഭാവങ്ങളുള്ളവരായ ആളുകളെ കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ളാലിമീങ്ങളാണ് എന്ന്. ഇപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തആല അത് വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ സമ്പത്ത് അന്യായമായി കൊണ്ട് തിന്നുന്നവർ ളാലിമീങ്ങളാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരായ ആൾക്കാരെ ശപിക്കാൻ നമുക്ക് പറ്റുമോ? അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ആ ഒരു രീതിയിൽ ലഅനത്ത് പറയുക എന്നുള്ളത്, അദ്ദേഹത്തിനെതിരെ ശാപവാക്കുകൾ ഉച്ചരിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയല്ല. ുള്ളത് അദ്ദേഹമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് എന്നാ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു. നേർക്കുനേരെ ഒരിക്കലും അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടായിരുന്നില്ല. കൂഫയിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ഒരു ഫിത്നയെ അമർച്ച ചെയ്യുവാനായിക്കൊണ്ടാണ് അദ്ദേഹം ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ ഗവർണറായിക്കൊണ്ട് പറഞ്ഞയക്കുന്നത്. പക്ഷേ പിന്നീടുണ്ടാവുന്നതായ സംഭവ വികാസങ്ങളിൽ സങ്കടം രേഖപ്പെടുത്തിയതായ ആളായിരുന്നു യസീദ് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കുമായിരുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം വെച്ചതായ ഉപാധികളിൽ രണ്ടാമത്തത്, ഞാൻ യസീദിന്റെ മുൻപിൽ പോയിക്കൊണ്ട് അദ്ദേഹവുമായി കൊണ്ട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണം, എവിടെ നിന്നും പോകാൻ എന്നെ അനുവദിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡിമാൻഡ്. യസീദുമായി കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ബന്ധവും യസീദ് എന്നോട് കാണിക്കുന്നതായ ആദരവും സ്നേഹവും എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുമായിരുന്നല്ലോ ഹുസൈൻ റളിയല്ലാഹു അപ്രകാരം ഒരു ഡിമാൻഡ് വെച്ചത്.
അപ്പം നേർക്ക് നേരെ അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കാവുന്ന രീതിയിൽ തെളിവുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പാതകവും അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കുവാൻ പാടില്ല എന്നുള്ളതാ. പിന്നെ നമ്മൾ പറഞ്ഞു ആരായിൻ്റെ കാരണക്കാര്? കൂഫക്കാരാണ്, ഷിയാക്കളാണ്. പിന്നെ പറയാറുള്ളത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തആലയോട് മകൻ ചോദിക്കുന്നൊരു ചോദ്യ, യസീദിനെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട്. അപ്പം അദ്ദേഹത്തിൽ ചില രീതിയിലുള്ളതായ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പിന്നെ അദ്ദേഹത്തെ ശപിക്കാത്തത്? അപ്പം ഞാനാരെയും അങ്ങനെ പേര് പറഞ്ഞ് ശപിക്കുന്ന ആളല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഹദീസാണ് അവർ ഉദ്ധരിക്കാറുള്ളത്. ഈ ഹദീസിനെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെല്ലാവരും വളരെ കൃത്യമായി കൊണ്ടതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിന്റെ പരമ്പരയിലുള്ളവർ ഒന്നുകിൽ മത്രൂക്കാണ്, അല്ലേ, അത് ആ ഹദീസ് മുൻഖത്തി ആണ്, ഒരിക്കലും ആ ഒരു രീതിയിൽ അദ്ദേഹത്തിങ്കിലേക്ക് വരാത്ത രീതിയിൽ ചേർത്തി പറയാൻ പറ്റാത്ത രീതിയിലുള്ള മുൻഖത്തി ആയ ഒരു വർത്തമാനമാണത് എന്ന് ചരിത്രം പരിചയപ്പെടുത്തുന്നു. നാലാമതായി അദ്ദേഹത്തെ പറയാറുള്ളത് തെമ്മാടിയായിരുന്നു, മോശക്കാരനായിരുന്നു, കള്ളുകുടിയനായിരുന്നു തുടങ്ങിയ അപവാദങ്ങളാ. ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മുഴുവൻ റിപ്പോർട്ടുകളും തള്ളിക്കളയേണ്ടതാണ്, മത്രൂക്കാണ് എന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അമവിയാക്കൾക്കെതിരെ കെട്ടി നിർമ്മിക്കുന്നവരായ ആളുകളിൽ മൗദൂ ആയിക്കൊണ്ട് കാര്യങ്ങൾ പറയുന്നവരിൽപ്പെട്ട ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. യസീദിനെ കുറിച്ച് അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ നടത്തിയതായ പ്രസ്താവനകൾ അവരുടെ രേഖകളിലൂടെ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഫഇൻ ഖീല ഇന്ന യസീദുൻ കാന ഖമ്മാർ, കള്ളുകുടിയനായിരുന്നു യസീദ് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഖുല്ല, നാം ചോദിക്കട്ടെ, ലാ യഹില്ലു ഇല്ലാ ബിശാഹിദൈൻ ഫമൻ ഷഹിദ ബിദാലിക അലൈഹി, അദ്ദേഹം കള്ളുകുടിക്കുമായിരുന്നു എന്നതിന് 2 സാക്ഷികളെയെങ്കിലും അത് പറയാനായിക്കൊണ്ട് ഇസ്ലാമിൽ തെളിവിനായിക്കൊണ്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ആരാണ് ആ 2 സാക്ഷികളായിക്കൊണ്ട് ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം പറയുന്നുണ്ട്, ലാ യജൂസു അൻ യൽഅന ശഖ്സുൻ ബിഖുസൂസിഹി ഇല്ലാ അൻ യഅലമ മൗതിഹി അലൽ കുഫ്രി കഅബീ ജഹൽ വ അബീ ജഹൽ, അബൂ ലഹബിനെ പോലെ അബൂ ജഹലിനെ പോലെ കുഫിരിയത്തിലായിക്കൊണ്ട് അവസാന നിമിഷം വരെ കാഫിറായിക്കൊണ്ട് ജീവിച്ച് കാഫിറായിക്കൊണ്ട് മരണപ്പെട്ടു പോയതായ ആളുകളെ കുറിച്ചല്ലാതെ ഒരിക്കലും ലഅനത്ത് പറയാൻ പാടില്ല. കാരണം ലഅനത്ത് നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അകറ്റലാണ്, ആട്ടിയോടിക്കലാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിരാശരായി പോകുന്നതിൽ കാരണമായി തീരുന്നതാണ്. കാഫിറായിക്കൊണ്ട് തന്നെയാണ് മരിച്ചത് എന്ന് ഉറപ്പുള്ള ഒരാളെ കുറിച്ച് മാത്രമേ ലഅനത്ത് പറയാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ആ വിഷയമായി കൊണ്ട് പറഞ്ഞു തരുന്നു. ഉസർലാനുവിന്റെ പദവുമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഇബ്നു സലാഹ് റഹ്മഹുല്ലാ പറയുന്നുണ്ട്, ലം യസ്യഹ് ഇൻദനാ അന്നഹു അമറ ബിഖത്ലിഹി, അദ്ദേഹം ഉസർലാനുവിനെ കൊല്ലാനായിക്കൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കി എന്നുള്ളത് ഒരു നിലക്കും നമ്മളുടെ അടുക്കൽ സ്ഥിരപ്പെട്ടു വന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ല. മറിച്ച് ഇന്നമാ ഹുവ യസീദ് ഇബ്നു സിയാദ് വാലിൽ ഇറാഖ്, യഥാർത്ഥത്തിൽ അത് ഉബൈദ് ബിൻ സിയാദ് എന്ന് പറയുന്ന ഇറാഖിലെ വാലി ഇന്നമ മാത്രമാണ് അതിന് കാരണക്കാരൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി അദ്ദേഹമാണ് അതിന് കൊലക്ക് കാരണക്കാരനായി എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും ശപിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നുള്ളതാണ്. കൊലവാളിയാണ് എന്ന് തെളിഞ്ഞാൽ പോലും ശാപവാക്കുകൾ പറയാനുള്ളതായ അധികാരം നമുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. പറയുന്നത് വനതറഹമു അലാ മുആവിയ, മുആവിയയുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം
സഹാബിയാണ്, ആദരണീയനായിക്കൊണ്ട് തന്നെ അറിയപ്പെടേണ്ടവനാണ്. എന്നാൽ വനക്കില്ലു ശരീറത്തെ യസീദ് ഇലല്ലാഹി തആല, അത്രയെങ്കിലും അല്ലെ യസീദിനെ സംബന്ധിച്ചുള്ളതായ ആ കാര്യങ്ങളിൽ എന്താണ് എന്നുള്ളത് നമ്മൾ പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് വിടേണ്ടതാണ് അല്ലെ. മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുവാൻ പാടില്ല. ഹാഫിദ് അബ്ദുൽ ഗനിയെ പറ്റി, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെ പറ്റി ചോദിച്ചു. അൻ യസീദ് ബിൻ മുആവിയ ഫഅജാബ ബിഖൗലിഹി ഖിലാഫത്തുഹു സഹീഹ. അക്കാലത്തുണ്ടായിരുന്ന സഹാബികൾ അടക്കമുള്ളതായ മുസ്ലിമീങ്ങൾ അംഗീകരിച്ചിരുന്നതായ ഖിലാഫത്തായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തോ ഖലീഫ എന്നുള്ളതായ സ്ഥാനമോ അഹ്ലുസുന്നക്ക് അത് നിഷേധിക്കാനുള്ളതായ അവകാശം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. സൗദിയിലെ ലജ്നത്തുദ്ദായിമ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വീകരിക്കേണ്ടതായ നിലപാടിനെ കുറിച്ചുള്ളതായ ചോദ്യം വന്നപ്പോൾ വഫ്ദത്തുൽ ലജ്നത്തുദ്ദായിമ ലിൽ ബുഹൂസിൽ ഇൽമിയ വൽ ഇഫ്താ അതിനെ സംബന്ധിച്ച് നൽകിയതായ ഫത്വയിൽ കാണാൻ വ അമ്മാ യസീദ് ബിൻ മുആവിയ ഫന്നാസു ഫീഹി തറഫാൻ വവസ്ത്. അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് രീതിയിൽ വിശ്വസിക്കുന്നവരായ ആളുകളും മധ്യമ നിലപാടെടുക്കുന്നവരായ ആളുകളുമാണ് സാധാരണമായി ജനങ്ങൾക്കിടയിലുള്ളത്. വഅദലുൽ അഖ്വാലു സലാസ ഫീഹി അന്നഹു കാന മലികൻ മിൻ മുലൂക്കിൽ മുസ്ലിമീൻ ലഹു ഹസനാത് വസയ്യിആത് ولم يولد إلا في خلافة عثمان رضي الله عنه ولم يكن كافرا ولكن جرى بسببه ما جرى بن مسرع الحسين وفعل ما فعل بحيل الحرة ولم يكن صاحبا ولا من أولياء الله الصالحين. قال شيخ الإسلام ابن تيمية رحمه الله وهذا قول عامة أهل العقل والعلم والسنة والجماعة. ഇതിനെ കുറിച്ച് അദ്ദേഹം ഇസ്ലാമിക ഭരണം നടത്തിയ ഒരു രാജാവായിരുന്നു. എല്ലാ മനുഷ്യരെയും പോലെ നന്മയും തിന്മയും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ജനിച്ചതായ ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം 1-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ 1-ാം തലമുറയിൽ അദ്ദേഹം പെടുന്നില്ല. സഹാബാക്കളുടെ കഴിഞ്ഞുള്ളതായ താബിഈകളിൽപ്പെട്ടതാണ് അദ്ദേഹം. 2-ാം തലമുറയിൽ ആണ് അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതും. അദ്ദേഹം ഒരിക്കലും കാഫിറായിട്ടില്ല. അദ്ദേഹത്തിൽ നിന്നും ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു വലിയാണ് എന്നുള്ള രീതിയിൽ സ്ഥാപിക്കുവാനും നിങ്ങൾ ഒരുക്കമാവണ്ട. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതുപോലെ ഇതാണ് വഹാദാ ഖൗലു ആമ്മത്തു അഹ്ലുൽ അഖ്ലി വൽ ഇൽമി വസ്സുന്നത്തു വൽ ജമാഅ. അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ അഭിപ്രായം എന്നുള്ളത് ഈ ഒരു രീതിയിലാണ്. എന്നാൽ വഅമ്മാ ബിന്നിസ്ബതി ലിൽഅനത്ത് فالناس في ثلاثة فرقة لعنته وفرقة نحبته وفرقة لا تسبه ولا تحبه. ജനങ്ങൾ 3 തരത്തിലുണ്ട് അദ്ദേഹത്തിനെ ശപിക്കുന്ന വിഷയത്തിൽ. ഒന്ന്, അദ്ദേഹത്തെ ശപിച്ചുകൊണ്ട് ശാപവാക്കുകൾ പറയുന്നവരായ ആളുകൾ. മറ്റൊരു വിഭാഗം അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിർത്തുന്നവർ. മൂന്നാമതൊരു വിഭാഗം ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരായ ആളുകൾ. ഈ മധ്യമ നിലപാടിലാണ് അഹ്ലുസുന്നയുടെ ആളുകൾ നിലനിൽക്കേണ്ടത് എന്ന് ലജ്നത്തുൽ ദായിമ തങ്ങളുടെ ഫത്വയിലും വ്യക്തമാക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. വളരെ കൃത്യമാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായ ഖസ്തന്തീനിയ സൈന്യത്തിന്റെ സേനാധിപനായിരുന്നു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതായ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ ആളായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നതായ ആളുമായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് അതിര് കവിഞ്ഞുകൊണ്ട് പറയുന്നവരായ ആളുകളുണ്ട്. അഥവാ യസീദിനെ കുറിച്ചുള്ളതായ ഇത്തരത്തിലുള്ളതായ പ്രചരണങ്ങൾ ഈ ഷിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് യസീദിനെ കൊണ്ടുപോയി വെച്ചവരായ ആൾക്കാരുണ്ട്. അവരാണ് പിന്നീട് യസീദിയൂൻ എന്നറിയപ്പെട്ടത്, യസീദിയാക്കൾ എന്നറിയപ്പെട്ടത്. അഥവാ അമവിയ ഖിലാഫത്തിൻ്റെ
അന്ത്യം കുറിക്കപ്പെടുന്നതോടുകൂടി പുറപ്പെട്ടു വരുന്നതായ, ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിക്കൊണ്ട് കടന്നു വന്നതായ ഒരു അവാന്തര വിഭാഗമായിരുന്നു യസീദികൾ. അവര് യസീദിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹുവിനേക്കാളും ഉമർ റളിയല്ലാഹുവിനേക്കാളും ഏറ്റവും നല്ലതായ വ്യക്തിത്വമുണ്ടായിരുന്ന, ഭരണത്തിനർഹനായ, ഭരണ നിപുണനായ വ്യക്തിയായിരുന്നു യസീദ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് യസീദികൾ. അവര് പിന്നീട് അതിലങ്ങനെ നിലവിൽ വന്ന് അദ്ദേഹത്തിനെ ശപിക്കുന്നതായ രീതി ഷിയാക്കൾ തുടർന്നപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് ശപിക്കാൻ തന്നെ പാടില്ല എന്നാ. ഖുർആനിൽ ശാപവാക്കുകളുമായി കൊണ്ട് ബന്ധപ്പെട്ടതായ ആയത്തുകൾ മുഴുവനും പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയതാണെന്ന് അവർ വാദിച്ചു. ലഅനത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട ആയത്തുകളൊന്നും ഖുർആനിൽ ഉണ്ടായിരുന്നില്ല, അതൊക്കെ പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ടതാണ് എന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്നു. ലഅനത്ത് ഒരിക്കലും ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടി. എത്രത്തോളം എന്ന് വെച്ചാൽ അവരാണ് അവസാനം ഇബ്ലീസിനെ ശപിക്കുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ വെള്ള പൂശിക്കൊണ്ട് ചരിത്രത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നവരായി മാറുകയാണ് യസീദികൾ. പിന്നീട് പറഞ്ഞത് എന്ത്? ഏറ്റവും വലിയ തൗഹീദിന്റെ വക്താവായിക്കൊണ്ട് ഒരു സൃഷ്ടിക്കും ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് പടച്ച റബ്ബിന്റെ മുൻപിൽ പോലും എണീറ്റ് നിൽക്കാൻ തയ്യാറായ ആളായിരുന്നു ഇബ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ആൾക്കാരാണ് അവര്. നമ്മൾ ചില ആൾക്കാർ ഇന്ന് ആ വർത്തമാനം പറയുന്നുണ്ട് അല്ലേ, യസീദിയാക്കൾ പഠിപ്പിച്ചു കൊടുത്തതാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിപിഴപ്പിച്ചത് കൊണ്ട് പടച്ചതമ്പുരാൻ പുറത്താക്കിയതല്ല ഇബ്ലീസിനെ അല്ലേ, പിന്നെ ഞങ്ങളെ സഹായിക്കാനായിക്കൊണ്ട് അദ്ദേഹം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് പോരുകയായിരുന്നു എന്ന് വരെ പറഞ്ഞു വെച്ചോല് യസീദീങ്ങൾ. അവരാണ് യസീദിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് പിടിച്ചു കൊണ്ടുപോയി വെച്ചത്, പ്രതിഷ്ഠിച്ചത്. യസീദ് കുറ്റക്കാരനല്ല, കാരണം ഉമവിയ ഭരണത്തിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് യസീദ്. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം അല്ലെ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം അമവിയ ഖിലാഫത്ത് നിലംപൊത്തുമ്പോഴാണ് യസീദി എന്ന് പറയുന്ന സംഘം പുറത്തേക്ക് വരുന്നത് അല്ലെ. ഈ രണ്ടിനും മധ്യയുള്ളതായ നിലപാടുകളാണ് എപ്പോഴും അഹ്ലുസുന്ന സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഹ്ലുസുന്ന ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് അവരുടെ ചിന്തകളെ കടത്തിക്കൊണ്ടുപോകുവാൻ അനുവദിച്ചിട്ടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതായ സഹാബാക്കളെ പരിഹസിക്കുകയും അവരെ ഇകഴ്ത്തി കാണിക്കുകയും അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായ, അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവാചകന്റെ ഭാര്യമാരായ വിശ്വാസികളുടെ ഉമ്മമാരായ ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെപ്പോലും വളരെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ളതായ പ്രചരണങ്ങളുമായി കൊണ്ട് ഷിയാക്കള് നാട് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കണം, എത്രമാത്രം നമ്മൾ അവരെ ബഹുമാനിക്കണം എന്നുള്ളത് അറിയണം. നമ്മൾ പല രീതിയിലും ആ പ്രചരണങ്ങൾ കാണാം. അവർ സഹാബാക്കൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഷിയാക്കളുള്ളതായ സൈദിയാക്കളായിരുന്നാലും ശരി, ഇത്നാശരിയാക്കളായിരുന്നാലും ശരി, സഹാബിമാരെ ഇഷ്ടപ്പെടാത്തവരായ ആളുകളായിരുന്നു അവർ. അലി റളിയല്ലാഹുവിനെ മഹത്വവൽക്കരിക്കാനായിക്കൊണ്ട് അതിനു മുമ്പുള്ളതായ ഖലീഫമാരെ മുഴുവനും തള്ളിപ്പറഞ്ഞവരായ ആളുകളായിരുന്നു അവർ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തആല പറയുകയാ എങ്ങനെ നമ്മൾ സഹാബാക്കളുമായി കൊണ്ട് ഇടപെടണം. ومن أصول أهل السنة والجماعة سلامة قلوبهم وألسنتهم لأصحاب رسول الله صلى الله عليه وسلم أي سلامة القلب من البغض والغل والحقد والكراهة وسلامة ألسنتهم من كل قول لا يليق بهم. സഹാബാക്കളുമായി കൊണ്ട് വിശ്വാസികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഒരിക്കലും തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിൽപ്പെട്ടതാണ് അവരുടെ ഹൃദയങ്ങളും അവരുടെ നാവുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അതിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. എന്ന് വെച്ചാൽ സലാമത്തുൽ ഖൽബ്,
ഹൃദയം സുരക്ഷിതമാവണം. സഹാബാക്കളിൽ നിന്നും സഹാബാക്കൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും സുരക്ഷിതരാവണം. ഏതിൽ നിന്നൊക്കെയാണ്? മിനൽ ബുഗ്ളി, അവരോടുള്ള ദേഷ്യം, വൽ ഗുല്ല്, അവരോടുള്ളതായ ഈർഷ്യ, വൽ ഹഖദ്, അവരോടുള്ള പക, വൽ കറാഹ, അവരോടുള്ളതായ വെറുപ്പ്. അല്ലെ, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല മനസ്സിൽ. അള്ളാഹിന്റെ സഹാബികളാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെക്കുറിച്ച് ഏറ്റവും മഹത്തരമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ അവരോട് ഒരിക്കലും ഒരു ഈർഷ്യയോ ഒരു പകയോ ഒരു വാശിയോ ഒരു ദേഷ്യമോ ഒരു വെറുപ്പോ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. വസലാമത്തു അൽസിനതിഹിം മിൻ കുല്ലി ഖൗലിൻ ലാ യലീഖു ബിഹിം, അവർക്ക് യോജിക്കാത്ത വേണ്ടാത്ത ഒരു വാക്ക് പോലും നമ്മുടെ ഒന്നും നാവുകളിൽ നിന്നും കടന്നു വരാൻ പാടില്ല. സമകാലിക പണ്ഡിതനായിരുന്ന മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, അന്നഹ്ലുസ് സുന്നത്തി വൽ ജമാഅ യുഹിബ്ബൂന അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഫള്ളിനൂനഹും അൻ ജമീഇൽ ഖൽഖ്. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാരെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വെക്കുന്നവരാ. എത്രത്തോളം എന്ന് വെച്ചാൽ അവര് അള്ളാഹുവിന്റെ സൃഷ്ടികളായിക്കൊണ്ട് പ്രപഞ്ചത്തിലുള്ള ആരൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം മുകളിലായിക്കൊണ്ട് ശ്രേഷ്ഠവാന്മാരായിക്കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടവരാണ് സഹാബികൾ. ലിഅന്ന മഹബ്ബതഹും മിൻ മഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരോടുള്ള സ്നേഹം അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമാ. വമഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മഹബ്ബത്തില്ലാ, ആ പ്രവാചകനോടുള്ള സ്നേഹമോ അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗവുമാണ്. എന്താണതിന് കാരണമായി കൊണ്ട് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് തന്നെയാണ് അല്ലേ, ഖൈറുൽ ഖുറൂനി ഖർനി, മറ്റൊന്ന് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ ഒരു വാക്ക്. അവര് പ്രവാചകനെ സഹായിച്ചിരുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്തതായ കാര്യങ്ങൾ, പ്രവാചകൻ അവരെ കുറിച്ച് പറഞ്ഞതായ വചനങ്ങൾ, പരിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞതായ വചനങ്ങൾ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പ്രാർത്ഥിക്കണം നമ്മൾ. ആരുടെയെങ്കിലും പ്രചരണങ്ങൾ കൊണ്ടോ ആരുടെയെങ്കിലും വാക്കുകൾ കൊണ്ടോ ആരുടെയെങ്കിലും എഴുത്തുകൾ കൊണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിവര്യന്മാരോ അവരിൽ നിന്നും ദീൻ പഠിച്ചതായ താബീങ്ങളോടോ ഏതെങ്കിലും തരത്തിലുള്ളതായ ഈർഷ്യയോ വാശിയോ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുന്നതായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെറുപ്പ് അവരോട് തോന്നുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ല നാഥാ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാനായിക്കൊണ്ട് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, ഈ മുൻകാല ഈ കഴിഞ്ഞുപോയ സഹാബിവര്യന്മാർക്കും ഈ മഹ്തുക്കൾക്കുമെല്ലാം ശേഷം കടന്നു വരുന്നവരായ ആളുകൾ യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കുന്നവരാ, റബ്ബന ഇഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, നാഥാ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മുൻപ് ഈ ദീനിന്റെ സഹായികളായിരുന്ന ഈ ദീനിന്റെ പ്രചാരകന്മാരായിരുന്ന ഈ ദീനിന്റെ വക്താക്കളായിരുന്നവരായ ആളുകൾക്കും നാഥാ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, നാഥാ ഈ വിശ്വാസികളായി കഴിഞ്ഞുപോയ സമൂഹത്തിൽപ്പെട്ടവരായ ആ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരൽപ്പം പോലും ഈർഷ്യ നീ ബാക്കി വെക്കല്ല തമ്പുരാനെ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, നീ കാരുണ്യവാനാണ് നാഥാ, നീ ഏറ്റവും നന്നായിക്കൊണ്ട് തന്നെ ലോലമായിക്കൊണ്ട് തന്നെ പെരുമാറുന്നവനുമാണ് നാഥ എന്ന് പ്രാർത്ഥിക്കാനാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കാരണം അവരെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ തൃപ്തിപ്പെട്ടതാ. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ വയൻസുറൂനല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. ഖുർആൻ എടുത്തു പറഞ്ഞ ആൾക്കാരാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരായ പാവങ്ങളും അവരെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചവരായ ആളുകളും അള്ളാഹുവിന്റെ തൃപ്തി ഫളലൻ മിനല്ലാഹി വറിദ്വാനാ അല്ലേ.
അവിടെ. അതുകൊണ്ടായിരുന്നു അവർ വന്നത്. വയൻസുറൂനല്ലാഹ്, അവർ അല്ലാഹനെ സഹായിച്ചവരാ. വറസൂല, ആ റസൂലിനെ സഹായിച്ചവരാ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ സത്യവാന്മാരിൽപ്പെട്ട സ്തീക്കിങ്ങിൽപ്പെട്ടവരായ ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തി പടച്ച തമ്പുരാന്റെ ഖുർആനിൽ തന്നെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്ഹാബി അല്ലേ, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ ഒരിക്കലും എൻ്റെ സഹാബികളെ നിങ്ങൾ ചീത്ത പറയല്ല. ഫലൗ അന്ന അഹദകും അൻഫഖു മിത്ല ഉഹുദിൻ ദഹബ മാ ബലഗ മുദ്ദു അഹദിഹിം വലാ നസീഫഹു, എൻ്റെ സഹാബികളെ നിങ്ങൾ ചീത്ത പറയല്ലേ, എൻ്റെ സഹാബികളെ നിങ്ങൾ പഴിക്കല്ലേ. അവർ ഈ ദീനിന് ചെയ്തതായ സേവനങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചെയ്തികളുമായി കൊണ്ട്, നിങ്ങളുടെ അധ്വാനങ്ങളുമായി കൊണ്ട് തുലനപ്പെടുത്താനാവാത്തതാ. നിങ്ങളിൽ ഒരാള് അൻഫഖ മിത്ല ഉഹുദിൻ ദഹബ, ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നാലും എന്റെ സഹാബി വര്യന്മാർ നടത്തിയതായ ഒരു പിടി ധാന്യം അവർ ചെലവഴിച്ചതിന് തുല്യമാവുകയില്ല കേട്ടോ. അത്രമാത്രം മഹത്വമുള്ളവരാണവർ, അത്രമാത്രം പ്രതിഫലം ലഭിക്കുന്നവരാണവർ, അത്രമാത്രം പടച്ച തമ്പുരാൻ വില കൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളെ. അതുകൊണ്ട് മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായിക വന്നാസി അജ്മഈൻ, ആരെങ്കിലും എൻ്റെ സഹാബികളെ ചീത്ത പറഞ്ഞാൽ, ആരെങ്കിലും എൻ്റെ സഹാബികളെ മോശമായി ചിത്രീകരിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് പടച്ച തമ്പുരാന്റെ ശാപമുണ്ടായിരിക്കും. വൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ മുഴുവനും അവരെ ശപിക്കും. വന്നാസു അജ്മഈൻ, ജനങ്ങളുടെ മുഴുവനും ശാപങ്ങൾ ഏറ്റുവാങ്ങുവാൻ കാരണക്കാരായി തീരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബികളെ ശപിച്ചവരായ, ഇകഴ്ത്തിയവരായ, മോശക്കാരായി ചിത്രീകരിച്ചവരായ ആളുകൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലയോട് ചോദിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്ന, ഉമർ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്ന, ആയിഷ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്നവരായ ആളുകളുടെ ഇസ്ലാമിൽ അവരോടുള്ള നിലപാടെന്താ, സ്ഥാനമെന്താ? വഖാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, മൻ ശതമ അഹദൻ മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ഔ ഉമർ ഔ ഉസ്മാൻ ഔ മുആവിയ ഔ അംർ ഇബ്നുൽ ആസ് فإن قال كانوا على ضلال وكفر وقتل. അല്ലേ, അതാരായിരുന്നാലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബി വര്യന്മാര്, അബൂബക്കർ റളിയല്ലാഹു ആവട്ടെ, ഉമർ ആവട്ടെ, ഉസ്മാൻ ആവട്ടെ, മുആവിയ ആവട്ടെ, അംർ ഇബ്നുൽ ആസ് ആവട്ടെ, കാരണം ചരിത്രത്തിൽ പിന്നീട് ഏറ്റവും അധികം ലഅനത്തുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരായ ആളുകളാണ് മുആവിയയും യസീദും അംർ ഇബ്നുൽ ആസും. നമ്മുടെ നിലപാട് അവരുടെ ഉള്ളിൽ നമുക്കറിയാത്തതായ കാര്യങ്ങൾ പടച്ചതമ്പുരാന് വിടുകയും അതല്ലാത്തതായ കാര്യങ്ങളിൽ അവരുടെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മധ്യമ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായ നിലപാട്. പടച്ചതമ്പുരാൻ അവൻ്റെ പ്രവാചകന്റെ സഹാബി വര്യന്മാർ കാണിച്ചു തന്നതായ ആ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരാദരിച്ചവരെ ബഹുമാനിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തമദാസന്മാരായി ജീവിച്ച് മരിക്കുവാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.